റോസി, സോളമൻ എല്ലാം എന്നോട് പറഞ്ഞു. പെണ്ണുങ്ങളല്ലേ, ജീവിതത്തിൽ പലതും സംഭവിക്കും. കൊച്ചി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് ജോണിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇരുമ്പിക്കല്ലയാ, വലിയ തറവാട്ടുകാരാ, വലിയ റൊട്ടേറിയനും ഒക്കെയാ. ഇതൊക്കെ പക്ഷെ ആരെങ്കിലും അറിയുന്നു? എല്ലാം തീരുമാനിച്ചുറച്ചതിന് ശേഷം അങ്ങേര് അറിയുന്നതായിരിക്കും നല്ലത്. അല്ലേല് എന്തെങ്കിലും ഉടക്കുണ്ടാക്കും. പള്ളി വഴിക്കോ ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല. അത് ഞാൻ നോക്കിക്കൊള്ളാം. റോസി അവളുടെ എല്ലാ റെക്കോർഡും എടുത്ത് എന്റെ കൂടെ വാ. നമുക്ക് പോയി അച്ഛനെ കാണാം. അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് കഴിയുന്നതും വേഗം ഒരു തീരുമാനമാക്കി തരാൻ പറയാം. ഞാൻ സമ്മതം വാങ്ങിച്ചോളാം. അങ്ങേരറിയരുത്. വേണ്ട, അങ്ങേരിപ്പോ ഡ്യൂട്ടിക്ക് പോവില്ലേ? ആ നേരത്തിനുള്ളിൽ നമുക്ക് പോയിട്ട് വരാം. കഷ്ടിച്ചൊരു 2 hours, അത്ര തന്നെ എടുക്കില്ല. നേരമായി ചായ ഒന്ന് ഇറങ്ങിയ ചായ. എന്താ ഇത്? കോളേജിൽ പോ, നേരമായി ചായ. പോട്ടടാ, ഒന്ന് ഇറങ്ങിയ ചായ. പോട്ടെന്നെ, ഇറങ്ങ. ഇത് ഞാൻ അറിഞ്ഞില്ല. ചെല്ലേ കാര്യമൊന്നുമില്ല. എന്നാലും ജംഗ്ഷൻ വരെ ചില്ലറ ഷുഗർ കോട്ടിങ്. വൈകുന്നേരം അവിടെ കാണുമല്ലോ. വൈകുന്നേരം തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകണം. സിനിമയല്ല, അതിനേക്കാൾ നല്ലൊരു സർപ്രൈസ് തരാം. എന്തായിരുന്നു രണ്ടുപേരും കൂടി ഒരു കളി? സോളമിനിച്ചാൻ ആകെ തെളിടാ. എന്താ കാര്യമെന്ന് അറിയില്ല. പുള്ളി ഭയങ്കര ഓളത്തിലാ. വൈകുന്നേരം എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്താണോ എന്നോടും കൂടി പറയണേ. എന്നാലും തന്റെ ഡാഡി ഒരു വല്ലാത്ത സാധനം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഞങ്ങളുടെ നാട്ടില് ഇരിക്കുന്നിടം കുഴിക്കുന്നവൻ എന്നൊരു ചൊല്ലുണ്ട്. അത് ഡിറ്റോ. ഡാഡി ഒരു പ്രത്യേക ടൈപ്പാ. വല്ലാത്ത വാശിയാ. പിടിച്ചത് നടക്കണം. ക്രീം കളറിലുള്ള സാരി ഇനി അലക്കി കിട്ടിയില്ലേ? ഇല്ല മമ്മി. എടാ, പതുക്കെ വിടാമേ.
കാശുകാരനുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ പോണോന്ന് തോന്നിയപ്പോ ഞാൻ പിന്നെ വെറും പട്ടി ലെഡി. അവൻ നിന്നെ കൊണ്ടുപോകുന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിയമങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യത്വം കാണിക്കാൻ, മനുഷ്യനെ സഹായിക്കാനാണ് എല്ലാ നിയമങ്ങളും. മിസ്സിസ് റീത്ത മത്തായിക്ക് എപ്പോൾ വേണമെങ്കിലും ആ കുട്ടിയെ വിളിച്ചുകൊണ്ടുവരാം. ശരി അച്ഛ. പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടെന്നാണ് അയാളുടെ നിലപാടെങ്കിൽ നമ്മുടെ ഈ കുട്ടിക്ക് പിതൃത്വം തന്നെ ഇല്ലല്ലോ. കേട്ടിടത്തോളം ഒരു അനാഥ ബാലികയും ഇവളും തമ്മിൽ എന്താ വ്യത്യാസം? നിസ്സഹായായ ഒരു അമ്മയുണ്ടായി പോയി എന്നുള്ളതോ? അപ്പൊ നാളെ എവിടെ? ഒളിച്ചിരിക്കായിരിക്കും. ഓ, ചെവിതല കേക്കട്ടെ, അവളിങ്ങ ഇറങ്ങി വരും. എന്റെ മോളെ! അയ്യോ! എന്റെ മോളെ! അയാൾ എന്റെ മോളെ നശിപ്പിച്ചു. എന്താ എന്റെ ചേച്ചി? എന്താ മോളെ? ആ ദുഷ്ടൻ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി ചേച്ചി. ഞാൻ ചേച്ചി എവിടെങ്കിലും ഇറങ്ങി പോടാ. നീ വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണുകയും വേണ്ട. മമ്മ ഞാൻ പറയുന്നത് എനിക്ക് ഒന്നും കേക്കണ്ട. നീ പെണ്ണ് കെട്ടുകയും വേണ്ട, ഇവിടെ താമസിക്കാൻ വേണ്ട. തരത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം നിനക്ക് വേണ്ട. ഇതുമാതിരി ഓടെ കിടക്കുന്നവളമാരെ ഞാൻ കാരണമല്ലേ മമ്മ അവക്ക് ഇങ്ങനെ പറ്റിയത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ സോളമ? ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ എവിടെങ്കിലും ഇറങ്ങി പോയാ മതി. എനിക്കിപ്പോ സമാധാനം നിന്നെ ഇവിടെ കാണാതിരിക്കുന്നതാ. മൂന്നാളും കൂടി എങ്ങോട്ടായിരുന്നു പോയത്? ശ്രീത്തമ്മാവോട് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്താ ഉണ്ടായത്? ഒന്നുമില്ല. ആന്റണി വരുമ്പോ അവനെ കൊടുത്തേരെ. രാവിലെ പറഞ്ഞ സർപ്രൈസ് ആണെന്നും പറഞ്ഞു. ഇതങ്ങ് കൊടുത്താല് അവനോട് ഈ റൂം ഉപയോഗിച്ചോളാം പറ. അപ്പൊ ഇനി സോളമൻ വരുമ്പോ
സോളമനിച്ചാൻ എവിടെ റീത്തമ്മാവി? എങ്ങോട്ടാ അവര് പോയതെന്നോ ഇതിനിടയ്ക്ക് എന്താ ഉണ്ടായതെന്നോ അറിയില്ല. അവര് വന്ന് ബെല്ലടിക്കുമ്പോ ഞാൻ ബാത്റൂമിലായിരുന്നു. വന്നപ്പോ മുതല് റീത്തമാവി ഇതേ കരച്ചില്ല. സോളമൻ ബാഗ് എടുത്ത് പോവുകയും ചെയ്തു. ദാ ഇത് കൊച്ചെടുത്തോളാൻ പറഞ്ഞു. ഇനി മുതല് ആ മുറി ആന്റണിക്കാന്നും പറഞ്ഞാ പോയത്. എന്തോ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് റീത്തമ്മാവിയെ കുറിച്ചാ പേടി. ഉറങ്ങാനുള്ള ഗുളിക കഴിച്ചോണ്ടാ കിടക്കുന്നത്. എന്നാലും പ്രഷർ കൂടുവോന്നാ. അങ്ങ് ഉറങ്ങിയാ മതിയായിരുന്നു. അങ്ങേരിനിയും വന്നിട്ടില്ല. വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിക്കൊള്ളാം. നീ കിടക്കുന്നില്ല മോളെ? ഞാൻ കിടന്നോളാം. എലിസബത്ത് ഉറങ്ങി. എന്തോ വഴക്കുണ്ടായെന്നല്ലാതെ അവളൊന്നും അറിഞ്ഞിട്ടില്ല. അറിയിക്കരുത്. ഇല്ല, മോളൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. ഇല്ല അമ്മച്ചി. ഒരു ഭ്രാന്തിളകിയ മൃഗം മോളെ ശല്യം ചെയ്യാൻ വന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ വിചാരിക്കാവൂ. അങ്ങനെയുള്ള അമ്മച്ചി. ഒന്നും നഷ്ടമായെന്ന് വിചാരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്നാലും ഓർക്കുമ്പോ അമ്മച്ചി എനിക്കിപ്പോ അമ്മച്ചി അല്ലാതായി. എലിസബത്ത് എനിക്കിപ്പോ അനിയത്തി അല്ലാതായി. എനിക്ക് നഷ്ടപ്പെട്ടത് ആകെ ഉണ്ടായിരുന്ന അമ്മച്ചി അനിയത്തിയാണ്. സോഫിയ, സോഫിയ, കൊണ്ടുപോകാൻ വന്നാണോ? കൊണ്ടുപോയിക്കോ, ഇനി കൊണ്ടുപോയിക്കോ.
ഡാഡി 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 നീ വിചാരിച്ചു ഞാൻ തിരിച്ചു വരികില്ലെന്ന്? ഞാൻ അവളെ കൊണ്ടുപോയില്ലെന്ന് അല്ലോ? സോഫിയ, രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു